നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ആസുരി സമ്പത്തിനെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീത 16-ാം അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ആസുരി സമ്പത്തിന്റെ പ്രകൃതം എന്തെന്ന് വളരെ വിശദമായി പറഞ്ഞ ശേഷം ഭഗവാൻ അവയെ 3 വാക്കുകളിലൂടെ സംഗ്രഹിച്ച് പറയുന്നുണ്ട്. ആത്മവിനാശകരമായ നരകത്തിന്റെ 3 വിധ വാതിലുകൾ കാമം, ക്രോധം, ലോഭം എന്നിവയാണ്. വിഷയതൃഷ്ണയാണ് കാമം. കാമം ശത്രുവായതിനാൽ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ വിഷയഭോഗമേ പാടില്ല എന്നർത്ഥമില്ല. ഇഷ്ടവിഷയങ്ങളുടെ നേർക്ക് അദമ്യമായ തൃഷ്ണ ഉള്ളിലുണ്ടായാൽ അത് പൂർത്തീകരിക്കാൻ ഏത് അധർമ്മ മാർഗത്തെയും ഒരാൾ സ്വീകരിച്ചെന്ന് വരാം. കാരണം വിഷയങ്ങൾക്ക് മനസ്സിനെ അടിമയാക്കാനുള്ള സ്വഭാവമുണ്ട്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ അന്നപൂർണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. മാതാ മേ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വരഃ ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. മാതാ മേ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വരഃ ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ദേശകാല വസ്തു പരിമിതിയില്ലാതെ എപ്പോഴും പൂർണ്ണഭാവത്തോടു കൂടിയ ദേവി ശ്രീ പരമേശ്വരന്റെ പ്രാണപ്രേയസിയാണ്. ആ ദേവിയോട് ജ്ഞാനവും വിരക്തിയും ഭിക്ഷയായി നൽകിയാലും എന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അന്നപൂർണ സ്തോത്രത്തിൽ 10 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. നേരത്തെ നാം ചിന്തിച്ചതുപോലെ ഗിരിജാദശകം എന്നുകൂടി പ്രസിദ്ധമായ അന്നപൂർണ സ്തോത്രം 1, നിത്യാനന്ദകരി എന്നാരംഭിക്കുന്ന അന്നപൂർണ സ്തോത്രം മറ്റൊന്ന്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ സ്തോത്രത്തിൽ മൊത്തം 12 ശ്ലോകങ്ങളാണ് കാണുന്നത്. എന്നാൽ പ്രസിദ്ധമായ പേര് അന്നപൂർണ അഷ്ടകം എന്നാണ്. അപ്പം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് 8 ശ്ലോകങ്ങളുള്ള കൃതിയാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശ്രീമദാദി ശങ്കരാചാര്യ ഭഗവത് പാദങ്ങൾ വിരചിച്ചതെന്നും പിന്നീടുള്ളത് കാലാന്തരത്തിൽ മറ്റു ശങ്കരാചാര്യന്മാരാലോ അഥവാ നേർ ശിഷ്യന്മാരാലോ കൂട്ടിച്ചേർക്കപ്പെട്ടതോ ആകാം. അതിൽ തന്നെ 10 ശ്ലോകങ്ങൾ സമാന സ്വഭാവമാണ്. കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരി എന്ന് സമാപിക്കുന്ന രീതിയിലാണ് 10 ശ്ലോകങ്ങളും. അതിൽ ഭിക്ഷാം ദേഹി എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ആവർത്തിക്കുന്നത്. മറ്റെല്ലാം ദേവിയുടെ നാമങ്ങളെ പറയുകയാണ്, സംബോധനയല്ല. ഒന്നുപോലും സംബോധനയില്ല, എല്ലാം ദേവി നാമങ്ങളെ പറയുകയാണ്. എന്നാൽ ഇവിടെ 11ാം ശ്ലോകമാകട്ടെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഭിക്ഷാം ദേഹി എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ അത് സംബോധന ചെയ്തുകൊണ്ടാണ്. ഇതാണ് വ്യത്യാസം. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ പാർവതി. ഇത്രയും സംബോധനകളാണ്. അന്നപൂർണേ, അന്നപൂർണാദേവിയെ വിളിക്കുന്നു. ആരുടെ അനുഗ്രഹത്താൽ സർവചരാചര പ്രപഞ്ചവും അന്നത്തെ നേടുന്നുവോ, ആര് അന്നത്താൽ പൂർണ്ണമായ ഭാവത്തോടു കൂടിയവളാണോ അവളാണ് അന്നപൂർണ. സകല ജീവരാശിക്കും അന്നം വിഹിതമാണ്. അന്നങ്ങൾ വിഭിന്നങ്ങളാണ്. മർത്യാന്നവും പശു അന്നവും പിതൃന്നവും ദേവാന്നവും ഒക്കെ വ്യത്യസ്തങ്ങളാണ്. എങ്കിലും എല്ലാവർക്കും അന്നം വിഹിതമാണ്, നിശ്ചിതമാണ്. അങ്ങനെ എല്ലാവർക്കും എല്ലാവിധത്തിൽപ്പെട്ട അന്നങ്ങളെയും നൽകിക്കൊണ്ട് ഈ ജഗത് രക്ഷണം ചെയ്യുന്ന ദേവി അന്നപൂർണയാണ്. അഥവാ എല്ലാവർക്കും അന്നത്തെ പൂരണം ചെയ്യുന്നവൾ, നിറച്ചു കൊടുക്കുന്നവൾ, മതിയാവോളം അന്നം വിളമ്പുന്നവൾ, അവളാണ് അന്നപൂർണ. അന്നപൂർണയെ സംബോധന ചെയ്യാണ് അന്നപൂർണേ. ആരാണവൾ? സദാപൂർണേ, എപ്പോഴും പൂർണ്ണഭാവത്തിലുള്ളവളാണ്. സദാ പൂർണ. പൂർണ എന്നുള്ളതിൻ്റെ സംബോധനം പൂർണേ. ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും യാതൊരു പരിമിതിയും ഇല്ലാത്തതാണ് പൂർണ്ണഭാവം. ദേശകാല വസ്തു പരിമിതിരഹിതമായ സദ്രൂപമാണ് പൂർണ്ണം. ആ സദ്ഭാവത്തോടു കൂടിയവൾ എന്നർത്ഥം. സദാപൂർണേ. ഇപ്പോൾ സദാ പൂർണ്ണഭാവം എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് യാതൊരു പരിമിതികളുമില്ല, ഒരു ബന്ധങ്ങളുമില്ല. അതാണ് പാരമാർത്ഥികമായ ഭാവം. ആ പാരമാർത്ഥികമായ ഭാവത്തിൽ നിന്ന് അന്നപൂർണ എന്ന ഭാവത്തിലേക്ക് വരികയാണ്, ഈശ്വരി എന്ന ഭാവത്തിലേക്ക് വരികയാണ്. അനന്തരം അവിടെ നിന്ന് വീണ്ടും ദേവത എന്നുള്ള ഭാവത്തിലേക്ക് വരികയാണ്.
അതെങ്ങനെ? ശങ്കരപ്രാണവല്ലഭേ, ശങ്കരൻ്റെ പ്രാണവല്ലഭയായിട്ടുള്ളവളെ. അവിടെ തീർത്തും ദേവതാഭാവമാണ്. ഇപ്പോൾ സദാപൂർണ എന്ന് പറയുമ്പോൾ പാരമാർത്ഥികമായ സദ്ഭാവമാണ്. അവിടുന്ന് അന്നപൂർണ എന്നുള്ളതിലേക്ക് വന്നപ്പോൾ നമ്മൾ ഈശ്വരഭാവത്തെ കണ്ടു. എന്നാൽ ശങ്കരപ്രാണവല്ലഭ എന്ന് പറയുമ്പോൾ വ്യക്തമായി ദേവതാഭാവമാണ്. ശങ്കരൻ്റെ, ശിവൻ്റെ പ്രാണവല്ലഭയായിട്ടുള്ളവൾ, പത്നി, പ്രാണപ്രേയസിയായിട്ടുള്ളവൾ. ആരാണവൾ? ഹേ പാർവതി, അല്ലയോ പാർവതി, പാർവതീദേവി. പാർവതീ ശബ്ദത്തിൻ്റെ സംബോധനയാണ് പാർവതി എന്ന ഹ്രസ്വം. ഹേ പാർവതി, പർവ്വതപുത്രി, ഹിമാലയപുത്രിയായി, ഹൈമവതിയായി, ഉമയായി വിരാജിക്കുന്ന പാർവതി. ഹേ പാർവതി, ഭിക്ഷാം ദേഹി, നീ ഭിക്ഷയെ നൽകിയാലും. ദേഹി എന്ന് പറഞ്ഞാൽ നീ നൽകിയാലും. എന്ത്? ഭിക്ഷാം, ഭിക്ഷയെ നൽകിയാലും. എന്തിന്? ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം, ജ്ഞാനവൈരാഗ്യസിദ്ധിക്കായിക്കൊണ്ട്. ജ്ഞാനവും വൈരാഗ്യവും സിദ്ധമാകണം. വിരക്തിയാണ് വൈരാഗ്യം. ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള സകല വിഷയങ്ങളിൽ നിന്നുമുള്ള രാഗാഭാവം. സുഖത്തിനായിക്കൊണ്ട് വിവിധ വിഷയങ്ങളോടുള്ള അനുശയനം, ഒട്ടിച്ചേരലാണ് രാഗം. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന സങ്കല്പത്തോടുകൂടി പലതിനോട് ചേർന്ന് പലതിനെ ആഗ്രഹിക്കുന്നത് രാഗം. അത്തരം രാഗമൊഴിഞ്ഞ സ്ഥിതിയാണ് വൈരാഗ്യം, വിരക്തി. ഇപ്പം ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ഒരു യതി തൻ്റെ ജീവിതത്തിൽ ജ്ഞാനവൈരാഗ്യങ്ങൾക്കാണ് ഏറ്റവും മൂല്യം കൽപ്പിക്കുന്നത്. അത് സിദ്ധമാകാൻ വേണ്ടി ഞാനിതാ ശരിക്കുകയാണ്. അല്ലയോ പാർവതി, ഭിക്ഷയെ നൽകിയാലും എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് 12-ാം ശ്ലോകം അടുത്ത പ്രാവശ്യം. തുടർന്ന് സനാതനധർമ്മം. ശബരിമലയിൽ പ്രതിഷ്ഠാമൂർത്തി ശ്രീ അയ്യപ്പനോ അതോ ശ്രീ ധർമ്മശാസ്താവോ? ശരണമന്ത്രങ്ങളിൽ ഈ നാമവും ഉച്ചരിക്കുന്നത് കൊണ്ട് പലർക്കും സംശയമാണ്. അയ്യപ്പൻ്റെയും ധർമ്മശാസ്താവിൻ്റെയും പ്രത്യേകതകളെക്കുറിച്ച് വിവരിക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ശിവാമൃതാനന്ദപുരി. നമസ്കാരം. ഈ മണ്ഡലകാലം കേരളം മുഴുവൻ ശരണമയ്യപ്പ മന്ത്രം മുഴങ്ങുന്ന സമയമാണ്. നമ്മൾ ഈ കേരളത്തിലെ മാത്രമല്ല, ലോകത്തിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും തന്നെ ശബരിമല ഇന്നൊരു അന്തർദേശീയ, അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നു. ലോകത്തിലെ പല ഭാഗത്തും അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉയർന്നു വരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മൾ ശബരിമല ശ്രീ അയ്യപ്പൻ ക്ഷേത്രം എന്നുള്ള രീതിയിൽ തന്നെ ഔദ്യോഗികമായിട്ട് അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്നത് പലപ്പോഴും ശബരിമല ശ്രീ ധർമ്മശാസ്താവ് എന്നാണ്. അപ്പോൾ ഈ പേര് മാറ്റം എന്തിനായിരുന്നു? അവിടെ ശാസ്താവാണോ അയ്യപ്പനാണോ, എന്താ ഇത് വല്ല വ്യത്യാസം? ഇതിനെക്കുറിച്ച് സാമാന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ സ്വാമിയെ ശരണം അയ്യപ്പ എന്നൊക്കെ മന്ത്രം ജപിക്കുന്നു. ശബരിമല ധർമ്മശാസ്താവ് എന്ന് നമ്മൾ വിളിക്കുന്നു. ശാസ്താവിൻ്റെ മന്ത്രങ്ങൾ ചൊല്ലുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊരു ചിന്താക്കുഴപ്പം ഉണ്ടാകാൻ വഴിയുണ്ട്. വാസ്തവത്തിൽ ശബരിമലയിലെ ആരാധന എന്നാണ് ആരംഭിച്ചത് എന്നുള്ളതിനൊക്കെ വ്യക്തമായ രേഖകളൊന്നുമില്ല. വളരെ പ്രാചീന കാലം തൊട്ട് തന്നെ അവിടെ ഒരു ആരാധന കേന്ദ്രമായിരുന്നു. വനവാസികൾ പോലും അവിടെ ആരാധന നടത്തിയിരുന്നു. പിന്നീട് പന്തളദേശത്ത് പന്തള രാജാവിൻ്റെ അധീനത്തിൽ വന്നേ പിന്നീടാണ് പന്തളദേശത്തു നിന്നുള്ള മണികണ്ഠൻ്റെ ഒരു ആവിർഭാവത്തോടു കൂടി അദ്ദേഹം അവിടെ ജീവിച്ചിരുന്ന രാജകുമാരനായിരുന്നു. അദ്ദേഹത്തിന് എടുത്തുവളർത്തിയെന്നുള്ള കഥയുണ്ട്. അല്ല, കൊട്ടാരത്തിലെ അംഗമായിരുന്നു എന്നുള്ള കഥയുമുണ്ട്. മധുരയിൽ നിന്ന് വന്ന റാണിയിലുണ്ടായ മകനാണെന്നൊരു കഥയുമുണ്ട്. എന്തായാലും പന്തള രാജവംശത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ ശബരിമല ഇന്ന് കാണുന്ന ആ വ്രതാനുഷ്ഠാനം ഒന്നിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് ശരണമന്ത്രത്തോടുകൂടി പോവുക, പിന്നെ വ്രത അനുഷ്ഠാന രീതികൾ, ഇരുമുടിക്കെട്ട്, ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾക്കൊരു ക്രമം കൊണ്ടുവന്നത് അദ്ദേഹമാണെന്ന് വിശ്വസിക്കപ്പെടും. എന്തായാലും ആ പന്തള കാലഘട്ടത്തിന് ശേഷമാണ് ശബരിമല കുറേ കൂടെ ഒരു ചിട്ടയോടുകൂടി മണ്ഡലകാലം നമ്മൾ ആചരിക്കാൻ തുടങ്ങിയതും
അവിടെ ഒരു വ്യവസ്ഥാപിതമായൊരു ആരാധനാ രീതി നിലവിൽ വന്നു. അതിന് ശേഷമായിട്ടെന്നാണ് നമ്മൾ അറിയുന്നത്. അറിയപ്പെടുന്ന ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ മണികണ്ഠൻ ആണ് അയ്യപ്പൻ എന്നാണൊരു വാദമുള്ളത്. അദ്ദേഹത്തെ ബ്രഹ്മചാരിയായിട്ട് പറയും. പക്ഷേ അവിടുത്തെ പ്രതിഷ്ഠ, അവിടുത്തെ വിഗ്രഹം ധർമ്മശാസ്താവിൻ്റേതാണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ പൂജാമന്ത്രങ്ങളൊക്കെ ധർമ്മശാസ്താവിൻ്റേതാണ്. അവിടെ ശാസ്താവ് എന്നുള്ളതൊരു തന്ത്രശാസ്ത്രപ്രകാരം ഒരു ദേവതയാണ്. ശാസ്താവിന് ഭാര്യമാരൊക്കെ ഉണ്ട്, പൂർണ്ണയും പുഷ്കലയൊക്കെ ഉണ്ട്, സത്യേന എന്നൊരു മകനുണ്ട്. അപ്പോൾ ആ ദേവതാ രീതിയിൽ നമ്മൾ പൂജിക്കുമ്പോൾ അവിടെ ശാസ്ത്രവിധി പ്രകാരമുള്ള മന്ത്രങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മന്ത്രങ്ങൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പം അതേസമയം അയ്യപ്പൻ മഹായോഗിയായിരുന്നു, തപസ്വിയായിരുന്നു. അദ്ദേഹം അവിടെ സമാധിയായിട്ടാണ് പറയുന്നത്. അവിടെ മണിമണ്ഡപം എന്നറിയുന്നത് അയ്യപ്പൻ്റെ സമാധിയായിട്ട് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ആ അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ആ സിദ്ധപുരുഷനായിരുന്നു. ആ ശബരിമല അതേപോലെ ശബരിയുടെ ആശ്രമമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പം ശബരിപീഠം അതിനടുത്ത് തന്നെയാണ്, സമീപം തന്നെയാണ്. അപ്പോൾ ഇതങ്ങനെ ഒരു പുണ്യസ്ഥലമായിരുന്നു, പുണ്യസങ്കേതമായിരുന്നു, എല്ലാവരുടെയും ഒരു ആരാധന സ്ഥലമായിരുന്നു. ആ സ്ഥലത്തിന് ഒരു മഹിമയുണ്ട്. ആ അങ്ങനെ പുണ്യമായ സ്ഥലത്ത് ശബരിമലയിൽ അയ്യപ്പൻ സമാധിയായി അവിടെ ഒരു ക്ഷേത്രം ഉയർന്നു വന്നു. പക്ഷേ ആ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തന്ത്രശാസ്ത്ര പ്രകാരമുള്ള ഒരു ദേവൻ്റെ സങ്കല്പത്തിലാണ് അവർ പ്രതിഷ്ഠ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ വിഗ്രഹം അവിടുത്തേത് അയ്യപ്പൻ്റേതാണെങ്കിലും ആ ധർമ്മശാസ്താവിൻ്റേതാണ്. ശാസ്താവിൻ്റെ തന്നെ യോഗപട്ടം ബന്ധിച്ചിരിക്കുന്ന രീതിയിൽ, യോഗിയുടെ രീതിയിലുള്ള ശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ അറിയണം. അത് തന്ത്രശാസ്ത്രപ്രകാരമുള്ള ദേവതാ സങ്കല്പമാണ്. അയ്യപ്പൻ എന്നുള്ള മനുഷ്യനാണെങ്കിൽ പോലും കൃഷ്ണനെ പോലെയും രാമനെ പോലെയും ആത്മജ്ഞാനം നേടി ആ പരമപദത്തിൽ അണഞ്ഞ ഒരു ശുദ്ധപുരുഷനാണ്. നമുക്കറിയാം, നമ്മളിന്ന് വിഷ്ണുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തുതി വിഷ്ണു സഹസ്രനാമമാണ്. ആ വിഷ്ണു സഹസ്രനാമം ഭീഷ്മർ ചൊല്ലുന്നതാണ്. ഭീഷ്മരാണ് അതിൻ്റെ ഋഷി അത് രചിച്ചത്. ഭീഷ്മർ അന്ത്യസമയം വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാണ് മോക്ഷം പ്രാപിക്കുന്നത്. പക്ഷേ ആ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് കൃഷ്ണനെ നോക്കിക്കൊണ്ടാണ്, കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വാസുദേവകൃഷ്ണൻ, വാസുദേവൻ്റെ പുത്രനായ ഈ കൃഷ്ണൻ വാസ്തവത്തിൽ മനുഷ്യനല്ല, സാക്ഷാൽ വിഷ്ണു തന്നെയാണ് എന്ന് ലോകത്തിനോട് വിളിച്ചു പറയുന്നതാണ് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ഭീഷ്മർ ചൊല്ലുന്ന വിഷ്ണു സഹസ്രനാമം. അതുപോലെ നമുക്കറിയാം, ഗുരുവായൂരപ്പൻ നമ്മൾ പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിൽ ഓടി വരുന്നത് ഉണ്ണിക്കണ്ണൻ്റെ രൂപമാണ്, കൃഷ്ണൻ്റെ രൂപമാണ്. പക്ഷെ അവിടുത്തെ പ്രതിഷ്ഠ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ്. കൃഷ്ണൻ്റെ പ്രതിഷ്ഠയായിട്ടാണ് നമ്മൾ കൃഷ്ണനെ ആയിട്ട് കാണുന്നത്. അവിടെ കൃഷ്ണനും വിഷ്ണു അവിടെ അഭേദമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഭേദബുദ്ധി തന്നെയാണ് അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, യോഗിക്ക്, ആത്മജ്ഞാനിയായ ഋഷിക്ക് ശാസ്താവുമായിട്ടുണ്ടായ താതാത്മ്യം. അവിടെ വിഷ്ണു അല്ലെങ്കിൽ ശാസ്താവെന്ന് പറയുമ്പോൾ അത് പരബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തിൻ്റെ ഒരു സഗുണ രൂപമാണ്. സഗുണ സാകാര രൂപത്തിനാണ് നമ്മൾ ദേവതകളായിട്ട് പറഞ്ഞത്. വിഷ്ണുവെന്നും ശിവനെന്നും അതേപോലെ ശാസ്താവെന്നൊക്കെ പറയുന്നത് അത് ബ്രഹ്മത്തിൻ്റെ തന്നെ ഒരു സഗുണ രൂപം. നമുക്ക് മനസ്സിൽ ഭാവന ചെയ്യാനും ആരാധിക്കാനും ഉപാസിക്കാനും ഒക്കെ ഒരു രൂപം വേണം. അങ്ങനത്തെ രൂപങ്ങളെയാണ് നമ്മൾ ദേവതാരൂപങ്ങളെന്ന് പറയുന്നത്. ദേവതാരൂപങ്ങൾ കൂടി നമ്മൾ ആ പരമതത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. തത്വമസി എന്ന് പറയുന്ന ആത്യന്തിക തത്വത്തിലേക്ക് എത്തിച്ചേരാനുള്ള ചവിട്ടുപടികളാണ് ഈ ദേവതാരൂപങ്ങളൊക്കെ. അപ്പോൾ ഒരു മനുഷ്യനെങ്ങനെ ആ പദവിയിൽ എത്തിച്ചേരാൻ സാധിക്കും, അതാണ് ശബരിമല നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ദേവനും ഉപാസകനും തമ്മിൽ അഭേദം സംഭവിക്കുന്നു. അദ്വൈത ബോധത്തെ പ്രതിഷ്ഠിതരായിത്തീരുന്നു. രണ്ടും ഭേദമില്ല എന്നുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്താവെന്ന് പറയുന്നതും അയ്യപ്പൻ എന്ന് പറയുന്നതും ഭേദമൊന്നുമില്ല. പക്ഷേ ഒന്ന് ദേവതാ നാമമാണ്, മറ്റേത് വ്യക്തിയുടെ ഒരു നാമമാണ് എന്നുള്ള ഭേദം മാത്രമേ ഉള്ളൂ. കൃഷ്ണനെന്നും വിഷ്ണു എന്ന് വിളിക്കുന്നത് പോലെ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. Oh
शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं सशङ्खचक्रं सकिरीटकुण्डलं सपीतवस्त्रं सरसीरुहेक्षणं सहारवक्षस्थलशोभिकौस्तुभं नमामि विष्णुं शिरसा चतुर्भुजम् यस्य स्मरणमात्रेण जन्मसंसारबन्धनात् विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे नमः